അതൊരു അവിടെയുള്ള പ്രാദേശിക മാധ്യമം കൊണ്ടുവന്നതാണ്. അതിൽ ഇപ്പോഴും സ്ഥലമായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിപ്പോൾ മാത്രമല്ല, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ ഒരു താൽക്കാലിക ഓഫീസ് നിർമ്മിക്കാൻ ഒരു വ്യക്തിയെ കണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലം ഞങ്ങളൊരു പന്തൽ കെട്ടി താൽക്കാലിക ഷെഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് അനുവാദം തന്നപ്പോൾ അയാളെ പോയി ഭീഷണിപ്പെടുത്തി. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് എന്നെ സഹായിക്കണം, ഇങ്ങനെ വലിയ നിലയിലുള്ള ഭീഷണിയുണ്ട്, അതുകൊണ്ട് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്വയം അത് പൊളിച്ച് മാറ്റി കൊടുക്കുകയാണ് ചെയ്തത്. അത് ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ട് ബോധ്യമില്ല, പക്ഷെ പോലീസിന്റെ റിപ്പോർട്ട് അങ്ങനെയാണ്. അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കൊള്ളുക. ഞാൻ പറയാം, കഴിഞ്ഞ 15 വർഷമായി 2 സഹകരണ സ്ഥാപനങ്ങളിലാണ് MLA ഓഫീസ് പ്രവർത്തിച്ചത്. 10 വർഷം ശ്രീകൃഷ്ണൻ MLA ആയപ്പോൾ പയ്യന്നൂർ കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ കെട്ടിടത്തിലാണ് MLA ഓഫീസ് പ്രവർത്തിച്ചത്. TI മധുസൂദനൻ MLA ആയി വന്നപ്പോൾ കഴിഞ്ഞ 5 വർഷം പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിടത്തിലാണ് MLA ഓഫീസ് പ്രവർത്തിച്ചത്. 37 കൊല്ലം ഞാൻ ജോലി ചെയ്ത സ്ഥാപനമാണ് പയ്യന്നൂർ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ആ സ്ഥാപനത്തിന് ഞാൻ കത്ത് കൊടുത്തു, MLA ഓഫീസിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു തരണം. കഴിഞ്ഞ തവണ MLAക്ക് ഓഫീസിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത സ്ഥാപനം എന്ന രീതിയിൽ പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിനും ഞാൻ കത്ത് കൊടുത്തു. ഈ 2 സ്ഥാപനങ്ങൾക്കും MLA ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി സൗകര്യം അനുവദിച്ചു തരണം എന്നാവശ്യപ്പെട്ട് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു വന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ കത്ത് കൊടുത്തതാണ്. അല്ല, നേരത്തെ കൊടുത്ത സ്ഥാപനമായതുകൊണ്ടാണ്. അത് ഒരു വാശിയുമില്ല. ഞങ്ങൾ പല അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് പുറമേയും ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പൊതുസ്ഥാപനം അതും അവസാനം നിരസിക്കുന്ന ഒരു നിലയാണ് ഉണ്ടായത്. അതെനിക്കറിയില്ല, അങ്ങനെ ഞാനിതുവരെ അല്ല ഇപ്പൊ അങ്ങനെയാണ്. പക്ഷെ അടിയന്തരമായി സ്ഥലം കണ്ടെത്തും, ഏറെ വൈകാതെ തന്നെ സ്ഥലം കണ്ടെത്തി ഓഫീസ് പ്രവർത്തിപ്പിക്കും. അപ്പൊ അതെല്ലാം സമൂഹം ചർച്ച ചെയ്യട്ടേന്ന്, നമ്മളായിട്ട് ഒരു ചർച്ച ഉയർത്തി കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF നടത്തിയ പ്രചരണത്തിന്റെ ഒരു 10% പോലും ഞാൻ നടത്തിയിട്ടില്ല. ആ പ്രചരണം പോലും നശിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ ഒരു കക്ഷി എഴുതിയ ചുമരെഴുത്ത് മായ്ച്ച് മറ്റൊരു കക്ഷിയുടെ ഇതൊക്കെ മാറ്റുന്നത്? ചുമരെഴുത്ത് സംബന്ധിച്ച് തർക്കം വരാറുണ്ട്. ഉടമയുടെ സമ്മതത്തോടെ എനിക്ക് വേണ്ടി ചുമരെഴുതിയത് അന്ന് രാത്രി തന്നെ മായ്ച്ച് LDFന്റെ ചുമരെഴുത്ത് അവർ അവിടെ നടത്തി. അവസാനം പോലീസ് ഇടപെട്ട് അതിന് പച്ച തുണി വലിച്ചു കെട്ടി ഒരാൾ എഴുതണ്ടെന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു. ഇങ്ങനെ ഒരു ചിത്രം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബോർഡ് പോസ്റ്റർ മുഴുവൻ നശിപ്പിച്ചു. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടോ? തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് എനിക്ക് ചുമരെഴുതാൻ അനുവദിച്ച ഒരു മതില് പൂർണ്ണമായും പൊളിച്ചു നീക്കിയത്. അതിപ്പോ ഞങ്ങൾ തന്നെ പുനർനിർമ്മിച്ചു കൊടുത്തു. എന്റെ മതിൽ പൊളിച്ചു, എന്റെ ഷെഡ് തീ വെച്ച് നശിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സർക്കാർ ജീവനക്കാരൻ, അയാള് കാലങ്ങളായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല ഫേസ്ബുക്കിൽ അയാളുടെ അഭിപ്രായം രേഖപ്പെടുത്താറുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ചില കുറിപ്പ് അയാൾ ഫേസ്ബുക്കിൽ ഇട്ടു. അതിന്റെ മേലെ അയാളെ കാറ് കത്തിക്കാനുള്ള ശ്രമം നടന്നു.